ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, അവരെ ഞാൻ സമാധാനപ്പെടുത്തിക്കോളാം. തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണ്. കുറ്റം ഞാൻ സമ്മതിക്കുന്നു. മുതലാളി ഇത് കണ്ടോ മുതലാളി, നിങ്ങളുടെ ആചാര്യന്റെ വേലയാണ്. എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം. നിങ്ങളെല്ലാം കൂടി ഓഫീസിലേക്ക് വരും. നീ ആൻഡ്രൂസിന്റെ മോനല്ലേ? നീയും പോയോ തല്ലിന്? വാങ്ങിച്ചോ. നിന്റെ പേരെന്താടാ? പീറ്റർ. പഴമ്പള്ളിയില്. പഴമ്പള്ളിയിലെ ഔസേപ്പിന്റെ പഴന. വാങ്ങിച്ചോ. നിന്റെ പേരെന്താ? നീ ആരുടെ മോനാ? എനിക്ക് തന്തയില്ല. എന്തിനാ ഓരോരുത്തരുടെ ഊരും പേരും ചോദിക്കുന്നു? ഇതാ പൈസ, ഇതാ പൈസ. ഈ പണം കൊണ്ട് മുമ്പ് തണ്ടും പങ്കായവും പിടിച്ച നിങ്ങളുടെ കൈവെള്ളയിലെ തലമ്പുകൾ മറയ്ക്കാൻ കഴിയില്ല. ഇതുകൊണ്ട് നിങ്ങൾ എന്നിൽ ഏൽപ്പിച്ച മുറിവുകളും കഴിയില്ല. തരകനെ ഞാൻ അന്വേഷിക്കാത്ത ഒരു സ്ഥലം ബാക്കിയില്ല. ഒടുവിൽ അറിഞ്ഞ താൻ ഈ വർക്ക് സ്പോട്ടിലുണ്ടെന്ന്. ഒരാളെ വിട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അത് സാരമില്ല. കടലിൽ കല്ലിടുന്നത് തന്റെ കുത്തകയാണല്ലോ. അല്ലെങ്കിലും ആരെങ്കിലും തന്നെ പേടിച്ച് രംഗത്ത് വരുമോ? വർക്കി, എന്റെ തൊഴിലിൽ മത്സരിക്കാൻ ഞാൻ ഒരുത്തരെ സമ്മതിക്കില്ല. അപ്പോഴേ തരകൻ, ഞാൻ ഇന്നലെ ഫോണിൽ പറഞ്ഞ കാര്യം. കരിമലക്കൂപ്പിന്റെ കാര്യമല്ലേ? അത് ഞാൻ ഏറ്റിരിക്കുന്നു. നാളെയാണ് ലേലം. തരകനൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. ഞാൻ വാക്ക് കൊടുത്തുപോയി. ലേലത്തിൽ ഈ കൂപ്പ് ബോട്ടുകാരൻ കുര്യാക്കോസിന് ഉറപ്പിക്കണം. മിസ്റ്റർ തരകൻ, അത് നിങ്ങൾ സ്വയം അങ്ങ് നിശ്ചയിച്ചാൽ മതിയോ? 1,00,000 രൂപ ഞാൻ നിങ്ങൾക്ക് വീതിച്ചു തരും. 10,000 രൂപ ഓരോരുത്തർക്കും വീതം. എനിക്കാരുടെയും ധർമ്മക്കാശ് വേണ്ട. നീ കാശുകാരനാണെന്ന് എനിക്കറിയാം. എന്നാലും കൃഷ്ണൻകുട്ടി, ഈ തരം പൊതുപ്രശ്നത്തിൽ നമ്മൾ അന്യോന്യം സഹകരിക്കണ്ടേ? പൊതുപ്രശ്നം മിസ്റ്റർ തരകൻ, ആ വേലയെല്ലാം കയ്യിലിരിക്കട്ടെ. അതിന് എന്നെ കിട്ടില്ല. അപ്പോൾ കൃഷ്ണൻകുട്ടി ഈ ലേലത്തിൽ മത്സരിക്കാൻ തന്നെ ഉറച്ചോ? സർക്കാർ ലേലത്തിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ സമ്മതം ആവശ്യമില്ലല്ലോ. ഞാൻ മത്സരിക്കും. കാണാം. കാണാം. സാർ, എന്റെ അപ്പൻ പറഞ്ഞ കേൾക്കാതെ പോകണോ? തന്റെ അപ്പം പറയുന്നത് എല്ലാവരും കേൾക്കണമെന്നുണ്ടോ? കേൾക്കണം. ഇല്ലെങ്കിൽ ആര് പിടിച്ചു? കൊല്ലത്തുകാരൻ കുര്യാക്കോസ് മുതലാളിയെ പിടിച്ചത്. എന്റെ മുതലാളിയുടെ വലിയ കൂട്ടുകാരനാ. മുതലാളി വിചാരിച്ചുകൊണ്ടാ ഇത്ര ചുളുവിനടിച്ചത്. മുതലാളി വരുന്നുണ്ട്. എന്റെ കാര്യപ്പോ ശരി. കൃഷ്ണൻകുട്ടി ആരെങ്കിലും പറഞ്ഞയക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ കണ്ടില്ല. ചുരുങ്ങിയത് 15 ലക്ഷം രൂപയെങ്കിലും ഈ കൂപ്പിൽ നിങ്ങൾക്ക് ലാഭം. തരകന്റെ കമ്മീഷൻ ചോദിക്കുകയാണ്. ചോദിക്കും, പക്ഷെ ഇവിടെ വെച്ചല്ല, വീട്ടിൽ വെച്ച്. വരണം. ഇതെന്റെ മകൻ സണ്ണി. ഹലോ. ഒന്നുമില്ല, എന്റെ കൂടെ ബിസിനസ്സിലാണ്. ഓഹോ, വരൂ. ഇരിക്കൂ. ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ? കമ്മീഷൻ അത് ഇവന് വേണ്ടിയാണ്. തരകൻ പെണ്ണ് ചോദിക്കുകയാണ്. നമ്മുടെ റോസലിനെ തരകന്റെ മോന് കെട്ടിച്ചു കൊടുക്കുമോ എന്ന്. അതെ,
മീൻപിടുത്തം അരയന്മാരുടെ തൊഴിലാണ്. അത് ഞങ്ങളോട് ചെയ്യാൻ പറയുന്നത് ക്ഷണിച്ചു വരുത്തി അവമാനിക്കലല്ലേ? എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എങ്കിൽ പറ, സമ്മതമാണോ? എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നിന്റെ സമ്മതമാണ് അറിയേണ്ടത്. സമ്മതിച്ചിരിക്കുന്നു. വാക്ക് വാക്ക്. സ്ത്രീയോ? ആ, വരാൻ പറയൂ. നീ ഇവിടെ? ഇഷ്ടപ്പെട്ടില്ലല്ലേ? എന്റെ ഇഷ്ടം നോക്കിയല്ലോ നീ ജീവിച്ചത്. നിനക്കെന്ത് വേണം? പറയൂ. എന്റെ മകന്റെ മുമ്പിൽ വെച്ച് അവന്റെ അപ്പൻ ആരാണെന്ന് ചോദിച്ചില്ലേ? അതിനുത്തരം പറയാൻ. കേൾക്കണം. എനിക്ക് കേൾക്കണ്ട. കേൾക്കണം. എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കേൾപ്പിക്കാതെ ഞാൻ പോവില്ല. പോയില്ലേ? ഇല്ല. അന്നാ കടപ്പുറത്ത് നിന്നെ കൊല്ലേണ്ടതായിരുന്നു. ഒറ്റോ ഇനി നീ ഇവിടെ നിന്നാൽ കൊല്ലുമില്ലേ? മിസ്റ്റർ കുര്യാക്കോസ്, പേടിപ്പിക്കരുത്. ഒരു കാലത്ത് ഈ കടൽക്കരയിൽ കെട്ടും പൊട്ടും തിരിയാതെ വളർന്ന ആ പാവം പെണ്ണല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സാറ. ഓർമ്മയുണ്ടല്ലോ, ഒരിക്കൽ ക്ഷീണിച്ച് വീട്ടിലേക്ക് വന്ന നിങ്ങൾക്ക് ദാഹിച്ച വെള്ളം പോലും തരാതെ എന്റെ അമ്മ ഇറക്കിവിട്ടത്. പിന്നീട് ഞാനും ആഹാരം കഴിച്ചില്ല. വിശപ്പും ദാഹവും സഹിച്ച് കടൽക്കരയിൽ പലനാൾ ഞാൻ കാത്തുനിന്നു. കണ്ടില്ല. ഒരു രാത്രിയിൽ തളർച്ചയിൽ മയങ്ങിക്കിടക്കുമ്പോൾ ദൂരെ ബോട്ടിന്റെ ശബ്ദം കേട്ടു. അമ്മ അറിയാതെ ഞാൻ പുറത്തിറങ്ങി. അന്നൊരു വാക്ക് നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ. ഇല്ല, ചോദിച്ചില്ല. പിന്നീട് കണ്ടപ്പോൾ നിങ്ങൾ അന്വേഷിച്ചത് എന്റെ കുഞ്ഞിന്റെ അച്ഛനെയാണ്. ആരായിരുന്നു ആ പുരുഷൻ? 25 വർഷമായി ഞാൻ എന്നോട് ചോദിച്ച അതേ ചോദ്യം തിരിച്ചു ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഏതായിരുന്നു ആ നിഴൽ? പറയൂ, ഏതായിരുന്നു ആ നിഴൽ? ഡാഡി, മോൾ ഉറങ്ങിയില്ലേ? എനിക്ക് ഡാഡിയോട് ചെയ്ത് പറയാനുണ്ട്. വേണ്ട, സ്വസ്ഥത നശിച്ചാണ് ഞാനിരിക്കുന്നത്. ഞാനും. എങ്കിൽ മോള് പോയി ഉറങ്ങിക്കൂ. ഉറങ്ങാം, ഡാഡിയുടെ മറുപടി കേട്ടിട്ട്. അതനുസരിച്ചായിരിക്കും പിന്നീട് ഞാൻ ഉണരുന്നത്. ചിലപ്പോ ഒരിക്കലും ഉണരാതെ ഉറങ്ങുന്നത്. നീ എന്താ പറഞ്ഞത്? എന്ത് സന്തോഷമാണ് ഡാഡി ആഗ്രഹിക്കുന്നതെങ്കിൽ
എനിക്ക് നിശ്ചയിച്ച വിവാഹം നടത്തരുത്. മോളെ, ഞാൻ വാക്ക് കൊടുത്തുപോയി. ഞാനും വാക്ക് കൊടുത്തിരുന്നു ജോസിന്. ഡാഡിക്ക് വേണ്ടി ഞാനത് മാറ്റി. പകരം എനിക്ക് വേണ്ടി ഡാഡിയും തിരുത്തണം.